നമസ്കാരം. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസത്തിന്റെ ദിനമാണ്. വിലയിൽ അല്പം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വരാൻ പോകുന്ന വലിയ കുതിപ്പിന് മുന്നോടിയായി സ്വർണ്ണവില പതുങ്ങിയതാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. കാരണം അമേരിക്കൻ ഫെഡറൽ റിസർവ് വൈകാതെ പലിശ നിരക്ക് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനനുസരിച്ചാകും വരും ദിവസങ്ങളിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വ്യത്യാസമില്ല. ഡോളർ സൂചിക ഏറിയും കുറഞ്ഞും നിൽക്കുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാടുന്നുമുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില അല്പം താഴ്ന്നിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യൻ രൂപ വലിയ നഷ്ടത്തിലാണ് ഉള്ളത്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മേൽപ്പറഞ്ഞതല്ല. ഇന്നത്തെ പവൻ ഗ്രാം വില എത്രയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ ഇന്ന്, അതായത് ഡിസംബർ മാസം 18-ാം തീയതി, പവൻ വിലയിൽ 120 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 15 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 57,080 രൂപയും ഗ്രാമിന് 7,135 രൂപയുമാണ് വില. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,890 രൂപയിലെത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ സംസ്ഥാനത്ത് മാറ്റമില്ല. ഗ്രാമിന് 97 രൂപയിൽ ഇന്നും തുടരുകയാണ്. നാളെയാണ് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച വിവരം പുറത്തുവരിക. നിരക്ക് കുറയ്ക്കും എന്നാണ് ഇതുവരെയുള്ള സൂചന. വലിയ കുറവ് വരുത്തിയാൽ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. അതേസമയം നേരിയ കുറവ് മാത്രമാണ് വരുത്തുന്നതെങ്കിൽ സ്വർണ്ണവിലയിൽ വൻ വർധനവ് പ്രതീക്ഷിക്കേണ്ടതില്ല. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,646 വില. ഡോളർ സൂചിക 106.95 എന്ന നിരക്കിലാണ് ഉള്ളത്. ബിറ്റ്കോയിൻ വില 1,04,573 എന്ന നിരക്കിലേക്ക് വീണിട്ടുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 84.92 എന്ന നിരക്കിലാണ് ഉള്ളത്. വൈകാതെ 85 ആകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആഭ്യന്തര വിപണിയിൽ അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ കയറുന്നതായിരിക്കും. ആവശ്യമുള്ള സ്വർണത്തിന്റെ സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി. ഇന്ത്യയുടെ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് UAE. ഇന്ത്യയും UAEയും ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിൽ വലിയ നേട്ടം കൊയ്യുകയാണ് UAE. രൂപ മൂല്യം കുറഞ്ഞാൽ UAEയിൽ നിന്ന് ഇറക്കുന്ന സ്വർണം, ക്രൂഡ് ഓയിൽ എന്നിവയ്ക്കെല്ലാം വലിയ വില നൽകേണ്ടി വരും. ക്രൂഡ് ഓയിൽ വില അല്പം കയറുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $73.22 പുതിയ വില. അമേരിക്കയുടെ WTI ക്രൂഡിന് $70.13, UAEയുടെ മർബൻ ക്രൂഡിന് $73.50 വില വരുന്നത്. ക്രൂഡ് ഓയിലിന് വേണ്ടി റഷ്യയെ അമിതമായി ആശ്രയിക്കുന്നത് ഇന്ത്യ കുറച്ചു വരികയാണ്. റഷ്യ ഇളവുകൾ ഇല്ലാതാക്കുന്നതാണ് കാരണം. റഷ്യയ്ക്ക് പകരം ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യ വീണ്ടും ആശ്രയിച്ചാൽ UAE, സൗദി, കുവൈത്ത് എന്നീ രാജ്യങ്ങൾക്ക് നേട്ടമാകുന്നതാണ്.